എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളെല്ലാവരും വളരെ സേഫായി ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടേസ്റ്റി സാൻഡ്വിച്ചാണ്. വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സാൻഡ്വിച്ചിനുള്ളിലെ ഫില്ലിങ്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാബേജ് വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്, അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ സവോള വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്ക്വയർ ആയിട്ടാണ് അരിഞ്ഞേക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് മയണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മയണൈസിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്, കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. 3 ടേബിൾ സ്പൂൺ മയണൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പൊടിക്കൊരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മതിയാകും. മയണൈസ് നമ്മൾ ഓൾറെഡി കുരുമുളകും ഉപ്പും ചേർത്താണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഫില്ലിങ്സ് ഇങ്ങനെ കഴിക്കാൻ തന്നെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രെഡിലേക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബ്രെഡിൽ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈഡ്സിലോട്ട് ഒരുപാട് അങ്ങ് ഫില്ല് ചെയ്യാതെ ശ്രദ്ധിക്കണം. ഒരുപാട് സൈഡ്സിലോട്ട് പോയാൽ പുറത്തോട്ട് തള്ളി നിൽക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഫില്ലിങ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പീസ് ബ്രെഡ് എടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പം നമ്മളുടെ ഫില്ലിങ്സ് ഒക്കെ വെച്ച് നല്ലതായിട്ട് ബ്രെഡൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് വരിക. അപ്പോൾ അത്യാവശ്യം കുറച്ച് ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വരണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ ബട്ടർ വേഗം തന്നെ കരിഞ്ഞു പോകും. അത് എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ആ മെൽറ്റായി വന്നിട്ടുള്ള ബട്ടർ നമ്മുടെ ബ്രെഡിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. ഇനി നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കുറച്ച് ബട്ടർ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ ബട്ടർ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്താലും മതിയാകും. അപ്പോൾ ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നല്ല രീതിയിൽ ഇത് വരുന്നത്. അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ 2 സൈഡും നല്ല രീതിയിൽ തന്നെ മൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ബട്ടർ തേച്ച് കൊടുക്കുന്നത്. ബട്ടർ തേക്കുമ്പോഴാണ് നല്ല രീതിയിൽ ടേസ്റ്റി ആകുന്നത്, നന്നായിട്ട് മൊരിഞ്ഞും കിട്ടുന്നത്. അപ്പോൾ 2 സൈഡും ഇതുപോലെ നന്നായിട്ട് മൊരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അടിപൊളി സാൻഡ്വിച്ചാണ്, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം തയ്യാറാക്കിയെടുക്കാം. ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്ന സമയത്ത് പുറത്തോട്ട് ചാടി നിൽക്കാതെ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി സാൻഡ്വിച്ച് നമ്മളെല്ലാം റെഡിയാക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ചാൽ മാത്രം മതിയാകും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാം. പുറം നല്ല ക്രിസ്പി ആയിട്ടും അകത്തെ ആ ഫില്ലിങ്സും കൂടെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതിനകം എന്ത് ഭംഗിയാണ് കാണാനായിട്ടെന്ന് ഒന്ന് കണ്ടു നോക്കണം. അടിപൊളിയാണ്. കാണാൻ മാത്രമല്ല കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസം ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.